നമുക്ക് ആലപ്പുഴയുടെ നായികയെ കൂടെ വിളിക്കണ്ടേ? അതെ, തീർച്ചയായും ആലപ്പുഴയുടെ നായികയാണല്ലോ ആദ്യം റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതെ, ആലപ്പുഴയുടെ നായിക ഇതാ എത്തുന്നു. ആലപ്പുഴക്കാരിയായി മാറിയ അനഘ ഹർഷൻ. അനഘ, ആലപ്പുഴയിലെത്തി ഇതാ ഒരു വള്ളംകളി നടത്താൻ തയ്യാറെടുക്കുകയാണ്. എന്തായി അവിടെ, ഉഷാറായോ? സുജയ, ജലപൂരത്തെ വരവേൽക്കാൻ പുന്നമട അതിന്റെ എല്ലാ അർത്ഥത്തിലും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അങ്കത്തട്ടിൽ എതിരാളികളെ പിന്നിലാക്കി കുതിക്കാനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പിലാണ് ചുണ്ടൻ വള്ളങ്ങളും വള്ളസമിതികളും ഒക്കെ തന്നെ. ഇന്നലെ മുതൽ ഈ വള്ളംകളി കാണാൻ ആളുകൾ, വള്ളംകളി ആരാധകർ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഇവിടെ ഇപ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ആർപ്പോ ഇറോ വിളികൾ മാത്രമാണ്. വലിയ ആഘോഷമാണ്. ഞാൻ മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത അത്ര ആഘോഷവും ഉത്സാഹവുമാണ് ഇവിടെ ഉള്ളത്. വിവിധ തരത്തിലുള്ള ക്ലബിലെ അംഗങ്ങളുണ്ട് ഇവിടെ. പള്ളാത്തുരുത്തിയുണ്ട്, UBC കൈനഗിരിയുണ്ട്. ഞാൻ പള്ളാത്തുരുത്തി ക്ലബിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇത്തവണ നെഹ്റുവിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ആ വെള്ളിക്കപ്പ് കരസ്ഥമാക്കി മടങ്ങും എന്ന് പറഞ്ഞുകൊണ്ടാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇവിടെ എത്തിയിരിക്കുന്നത്. എന്നാൽ പള്ളാത്തുരുത്തിയുടെ ഈ ആഗ്രഹം ചരിത്രം കുറിക്കുമെന്ന് പറയുന്ന പള്ളാത്തുരുത്തി തുടർച്ചയായി 5 തവണ നെഹ്റു ട്രോഫി സ്വന്തമാക്കുന്ന ക്ലബ് എന്ന ചരിത്രം കുറിക്കാൻ പള്ളാത്തുരുത്തി ഇറങ്ങുമ്പോൾ പള്ളാത്തുരുത്തിയെ അതിനനുവദിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് UBC കൈനഗിരിയും ഇവിടെയുണ്ട്. ഇത്തവണ തങ്ങളായിരിക്കും നെഹ്റുവിന്റെ ആ കയ്യൊപ്പ് പതിഞ്ഞ ആ വെള്ളിക്കപ്പ് സ്വന്തമാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുണ്ട്. വിവിധ നാടുകളിൽ നിന്ന് ആളുകൾ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, വലിയ ആഘോഷമാണ്. പള്ളാത്തുരുത്തിയെ നേരിടാനായി ഇതര സംസ്ഥാനക്കാരായ ആളുകളെയൊക്കെ പല ബോട്ട് ക്ലബ്ബുകളും എത്തിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പലയിടങ്ങളിലും പരിശീലനം നടത്തുന്നതൊക്കെ കണ്ടിരുന്നു. അനഘ, പള്ളാത്തുരുത്തി ഇത്തവണ മലയാളി ഒള്ളി എന്ന രീതിയിലല്ലേ ഇറങ്ങുന്നത്? പള്ളാത്തുരുത്തിക്ക് മറ്റൊരു കരുത്തിന് മുന്നിലും പള്ളാത്തുരുത്തി വീടില്ല. ആ രീതിയിലുള്ള പ്രാക്ടീസ്, കഠിന പരിശ്രമമാണ്. പരിശ്രമത്തിന്റെ നാളുകളാണ് പള്ളാത്തുരുത്തി ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഈ കാരിച്ചാൽ എന്ന് പറയുന്ന ഒരു കരുത്തൻ കൂടി പള്ളാത്തുരുത്തിക്കൊപ്പമുണ്ട്. ഈ 2 കരുത്തും കൂടി ചേരുമ്പോൾ വഴി നോക്കി നിൽക്കുന്നു. അനഘ, പായിപ്പാടനെ ഒന്ന് കടത്തിവിടൂ. നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാം, പായിപ്പാടൻ പിന്നിൽ നിൽക്കുന്നു. അനഘയുടെ പിന്നിൽ ഒരു പായിപ്പാടൻ. ജയിക്കാൻ സാധ്യതയുണ്ട്, പ്രതീക്ഷയുണ്ട്. പായിപ്പാടന ഒന്നല്ല സുജയ, 10,000ങ്ങളാണ് ഇവിടെ. ജയിക്കാൻ സാധ്യതയുണ്ട്, ജയിക്കാൻ നല്ല പ്രതീക്ഷയുണ്ട്. വിയവരം വള്ളമാണ് ഇന്നത്തെ ട്രോഫി എടുക്കുന്നത്. നെഹ്റു ട്രോഫി 70ാമത്തെ ട്രോഫി വിയവരം ചുണ്ടനെ. വിയപുരം ചുണ്ടനാണ് 70ാമത്തെ നെഹ്റു ട്രോഫി എടുക്കുന്നതെന്നാണ് നടുഭാഗം KTBS 2 വഴക്ക് അടിക്കുന്നു. കണ്ടോ പള്ളാത്തുരുത്തി? ഇത് പായിപ്പാടൻ 1, പായിപ്പാടൻ 2. പ്രസാദ്, 1ാമത്തെ ഹീറ്റ്സിൽ ഇറങ്ങാൻ തയ്യാറെടുക്കുന്നത് പായിപ്പാട് ബോട്ട് ക്ലബിന്റെ പായിപ്പാടൻ 2 ആണ്.